ജില്ലാ കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടിയിരിക്കുന്നു അവിടെ എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. മറ്റൊന്ന്, NDAയുടെ പ്രതിനിധി സംഘം KC വേണുഗോപാലൊക്കെ കരൂരിലേക്ക് എത്താൻ പോവുകയും ചെയ്യുന്നു. നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, നിലവിൽ TVKയുടെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഓഫീസാണ് അടച്ചുപൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഓഫീസ് തുറക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടികൾക്ക് പാലും മുട്ടയും അടക്കം വിതരണം ചെയ്തതെന്ന് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ടൗൺ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് ഈ അറസ്റ്റിലായ മതിയഴകനും അതോടൊപ്പം തന്നെ ഈ പൗൺ രാജുമെല്ലാം ഉള്ളത്. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ KC വേണുഗോപാൽ ഇന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ NDA സംഘം വരുന്നുണ്ട്. ഇരുവരും അല്പസമയത്തിനകം തന്നെ ഒരു 11:30 ഇവർ ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഉന്മേഷ്, ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പൗൺ രാജ്, അതായത് TVKയുടെ ജില്ലാ ട്രഷററാണ്, ഈ ഈസ്റ്റ് ജില്ലാ ട്രഷററാണ്. ഇപ്പോൾ ഈ പൗൺ രാജിന്റെ കുടുംബം ഇവിടെ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ ഇപ്പോൾ ഈ സ്റ്റേഷന് മുന്നിലുണ്ട്. TVKയുടെ പ്രവർത്തകരുണ്ട്. അവർ മാധ്യമങ്ങളെ കാണുകയാണ് ഇപ്പോൾ. சார் இன்னும் பார்க்க விடலைங்க சார். நாங்க இப்போ முன்னாடி கூட நின்னோம், எல்லாரும் விடல. அப்படியே முன்னாடி பின்னாடி போங்க போங்க போங்கன்னு சொல்லி தான் தள்ளினாங்க. நான் கேட்டேன் சார், அவங்கள பார்க்கணும் அப்படின்னு கேட்டேன். ஆனா அவங்க விடல சார், போலீஸ்காரங்க விடல. ஆனா அவங்க உண்மையுமே சொல்றேன் சார், ஒரு கீரல் விழுந்தாலும் நாங்க சட்ட ரீதியா அதை முடிவு எடுப்போம் சார். கண்டிப்பா எடுப்போம். அண்ணி ஆகுதுங்க சார். நானு போலீஸ் வந்து பின்னாடி போன்னு சொன்னாங்க, பார்க்க விடல, அவ்வளவுதான். ஒரு நைட்டு 7:30 மணிக்கு வந்தாங்க சார். உங்க பேரு ஐஸ்வர்யா, என் பேர் மாலதி. 7:30 மணிக்கு வந்தோடனே எங்க போன் எல்லாம் வாங்கிக்கிட்டு அவரை கூப்பிட்டு கேட்டாங்க, 3 நாளா எங்க இருந்தீங்கன்னு கேட்டதுக்கு நான் அவுட் ஸ்டாண்டிங்ல இருந்தேன், ஏதோ காந்தலூர்னு சொன்னாங்க. சரி, அந்த ரூம்ல வந்து காமிக்க முடியுமான்னு காமிக்க முடியும்னு சொல்லிட்டு அவரு கிளம்பிட்டாருங்க சார். அதுக்கப்புறம் சந்தேகத்தின் அடிப்படையில் மேலே போய் பார்க்கும், மதியானம் இருந்தாரு. அப்புறம் கூப்பிட்டு வந்தோடனே மதியானம் கேட்டாரு, நான் வந்து மேல இடத்துல இருந்து உத்தரவு வந்து நான் வந்துறேன்னு சொல்லியிருந்தேன். சரி, நான் வந்துட்டேன், இவங்க எல்லாத்தையும் விட்டுருங்கன்னு கூட கேட்டாரு. இல்ல இவங்க வந்து போய் பேசிட்டாங்க, அடைக்கலம் கொடுத்துட்டாங்க அப்படின்னு சொல்லி என்னையும் ஏத்திட்டு வந்துட்டாங்க சார். நைட்டு ஒரு 8:15 தாழ்நிலை ஸ்டேஷன் வந்தாங்க சார். நைட்டு 12 மணிக்கு தான் என்னைய விட்டாங்க. நாளை காலை எழுதி வாக்குமூலம் சார் யாரும் வரலைங்க சார். எழுதி கொடுத்துட்டு போக சொல்லியிருந்தாங்க, என்னையும் இன்னொரு தம்பியும் எழுதி கொடுத்து நாளை காலைல 11 மணிக்கு வந்துடணும் அப்படின்னு சொல்லியிருந்தாங்க. சரி, அப்புறம் காலைல சார் வந்தார், இவர் கூட்டிட்டு வரும்போது நீங்க யாரும் போக வேணும், நான் சொன்னா போதும் அப்படின்ட்டாங்க. சரி, நாங்க கிளம்பி வந்துட்டேங்க சார். ഇതിപ്പോൾ നമ്മളോട് സംസാരിച്ചത് ഈ പൗൺ രാജിന്റെ കുടുംബമാണ്. അവർ ഇതിൽ പറയുന്നത്, ഈ പോലീസിനെ അടക്കം കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചു, പക്ഷെ പോലീസ് അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഈ പൗൺ രാജിനെ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് പൗൺ രാജിന്റെ ഭാര്യയെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. അവർ സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഇതിന്റെ ഒരു ഭാഗവാക്കല്ല താൻ, പക്ഷേ തന്നെ പോലും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചതെന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ കുടുംബത്തോടൊപ്പം ഇപ്പോൾ ഈ TVK പ്രവർത്തകരടക്കം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ മതിയഴകനും അതോടൊപ്പം തന്നെ ഈ പൗൺ രാജുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. അവരെ അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.